ഹലോ. ഇതാ ഇന്ന് കുറച്ച് പരിപാടികൾ അറേഞ്ച് ചെയ്യാനുള്ള തിരക്കിലാണ് ഞാൻ. അപ്പോൾ നാളെ മുത്തശ്ശൻ്റെ ചാത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂജയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഴല വെട്ടാനും പിന്നെ കുറേ കറുക വേണം. കറുക പൂജയ്ക്കായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കറുകപ്പുല്ലെല്ലാം ഞാൻ വല്യമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പറിച്ചെടുത്തത്. വല്യമ്മാൻ്റെ വീട്ടിൽ ഒരുപാട് കറുകക്കടകളുണ്ട്. പിന്നെ ആളുടെ തന്നെ വാഴത്തോപ്പാണത്. അപ്പോൾ നമുക്ക് വാഴലയായി കറുകയായി ഇതെല്ലാം വീട്ടിൽ നിന്ന് വല്യമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തുകൊണ്ടുവന്നു. ഇനി നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണേ. എൻ്റെ വീട്ടിലേക്ക് പോയി കറുകയുടെ ഒപ്പം തന്നെ പൂജയ്ക്ക് നമ്മുടെ ചെറുള വേണം. അപ്പോൾ അതാ പറമ്പ് മൊത്തം നടന്ന ചെറുളകളും ആവശ്യത്തിലധികം പറിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിലേ പൂജയെല്ലാം നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ കറുകയും ചെറുളയും സെറ്റായിട്ടുണ്ട്. ഇനി നാളെ രാവിലെയാണ് എഴുന്നേൽക്കേണ്ടത് കേട്ടോ. നാളെ രാവിലെ അപ്പോൾ അതാ ഇന്ന് രാവിലെ എനിക്കും എഴുന്നേറ്റ് നമുക്ക് ഇനി ചാത്തം കൊള്ളുന്നവരുടെ പൂജ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ കാലം കൂട്ടിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഓലനും പിന്നെ എരിശ്ശേരിക്കും കാളനുള്ള എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി ഇനി എല്ലാം ഓരോ കുക്കറിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാനാണ് പോകേണ്ടത്. 3 എണ്ണവും ഓക്കെ ആയിട്ടുണ്ട്. കാളനും എരിശ്ശേരിക്കും ഇഷ്ടമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. കാളൻ വേഗം തന്നെ നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി എരിശ്ശേരിക്കുള്ളത് വറുത്തെടുക്കാം. നല്ല വെളിച്ചെണ്ണയിൽ നല്ലോണം തേങ്ങ എല്ലാം വെച്ച് നല്ലതായിട്ട് വറുത്തെടുക്കണം കേട്ടോ നമുക്ക്. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ ഇത്രയും നല്ലോണം മൂത്ത് ഒരു തരം പ്രത്യേക നാളികേരത്തിൻ്റെ നല്ല കൊതിപ്പിക്കുന്ന മണമാകുമ്പോൾ നമുക്കത് എരിശ്ശേരിയിലിട്ടിട്ട് അതങ്ങോട്ട് കുഴച്ചിടാം. ഇത്തിരി വേവ് കൂടുന്നു എന്നാലും നല്ല ടേസ്റ്റാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന എരിശ്ശേരി. ഓലനും ഓക്കെ ആയിട്ടുണ്ട്. ഓലനും നമ്മൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചു, വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു, കറിവേപ്പില നല്ല ഫ്രഷായിട്ടിട്ടു. പിന്നെ നമ്മുടെ മെയിനായിട്ട് ഇഞ്ചിത്തൈരും വേണേ. ഇഞ്ചിത്തൈരിനൊക്കെ എല്ലാം ശേഷം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനാണ് പതിവ്. അപ്പോൾ നമ്മൾ അടപ്പായസം നല്ല തേങ്ങാപ്പാൽ ശർക്കരയൊക്കെ ഇട്ടുള്ള അടപ്പായസമാണ് ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ വന്നിട്ട് ഇളയത് വരും. ഇളയത് വന്നിട്ട് വാഴയിലയിൽ അരിമാവ് നല്ല ലൂസ് ഫോമിൽ കലക്കിയെടുത്ത് അത് ഇലയിൽ ഒഴിച്ച് പിന്നെ ചുരുട്ടിയിട്ട് ഇങ്ങനെ നല്ല എന്നിട്ട് വേവിച്ച് അതിങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ പതുക്കെ ഇല വിടർത്തി ആ അടകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തതിന് ശേഷം അത് നേരെ പാലിലേക്ക് ശർക്കര വെള്ളത്തിലേക്ക് ശർക്കര പാനിയിലേക്ക് നമ്മളിട്ട് ഇളക്കി അങ്ങനെ നല്ല ഒറിജിനലായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പ്യുവർ ഒറിജിനാലിറ്റിയോടുകൂടി നമ്മൾ അടപ്പായസം ഉണ്ടാക്കേണ്ടത് ഭയങ്കര ടേസ്റ്റാണ്. എന്നാലും ഇപ്പോൾ നമുക്കതിനുള്ള സമയം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വേഗം ഇതുപോലെ ഇൻസ്റ്റൻ്റ് അട വാങ്ങി പിന്നെ അട ആദ്യം ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നല്ല ശർക്കര പാനി ഉരുക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഉരുക്കി നല്ല പാകമാകുമ്പോൾ നമ്മൾ അതിൽ തന്നെ തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ചു, പിന്നെ 1ാം പാൽ ഒഴിച്ചു. അങ്ങനെ പായസം റെഡിയായി. പായസത്തിൻ്റെ ഒപ്പം നമ്മളെല്ലാം ഇളയത് വന്നിട്ട് അതായത് പൂജ ചെയ്യുന്ന ആൾ വന്നിട്ട് നല്ല ഉണക്കലരി ചോറും ഉണ്ടാക്കുന്നുണ്ട്. ഈ അരി നമ്മുടെ പാടത്തുണ്ടാക്കിയ അരിയാണ് കേട്ടോ. അപ്പോൾ ഉണക്കലരിക്ക് ഫ്ലേവർ കിട്ടാനായിട്ട് കൂടുതലും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നല്ല സൂപ്പർ വെണ്ണയാണ്. ആ വെണ്ണ അതിൻ്റെ മുകളിലൊന്ന് ഉരുക്കി ഒഴിക്കുക. അതൊരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി പൂജ തുടങ്ങാൻ പോവാണ്. അതിന് അമ്മാവന്മാരും അമ്മയും പിന്നെ ചേട്ടനും എല്ലാവരും വന്നു. അപ്പോൾ ഇളയത് വന്ന് പൂജകളെല്ലാം തുടങ്ങി. അപ്പോൾ ഞാൻ പതുക്കെ ഇഷാനിനെയും മോളൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടാറായിട്ടുണ്ട്. പിന്നെ അപ്പോൾ കൊച്ചമ്മാവനും വല്യമ്മാവനും ദീപവും ചേട്ടനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പൂജയ്ക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവരവരുടേതായ പൂജകളൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് പൂജ കാണാം. അങ്ങനെ ബലിയെല്ലാം ഇട്ടു. നമ്മൾ ഉരുള പുറത്ത് വെച്ചതിന് ശേഷം എല്ലാവരും അകത്തേക്ക് വന്നു. കാക്കയ്ക്കുള്ള കൈകൊട്ടി വിളി എല്ലാം കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇനി ദക്ഷിണ കൊടുക്കലാണ്. എല്ലാവരും അതായത് ചാത്തിട്ടവരെല്ലാവരും ഇളയതിന് പൂജ ഭസ്മവും ചന്ദനം എല്ലാം തൊട്ടതിന് ശേഷം
ഈ കാണിക്ക കൊടുക്കലാണ്. അങ്ങനെ അമ്മയും മാവനും അമ്മാമാരും ചേട്ടനും ദീപും എല്ലാവരും കാണിക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉമ്മർത്തേക്ക് വന്നു. കാക്ക എങ്ങാനും വന്നോ എന്നറിയാനായിട്ട്. അപ്പോൾ കാക്ക വന്നിട്ടുണ്ടായില്ല. അപ്പോൾ വരാത്തത് കൊണ്ട് തന്നെ അശ്വതി ചേച്ചി കുറച്ച് നേരം കാക്കേനെ വിളിക്കാനായിട്ട് അവിടെ നിന്നു. ഞാനും കുറച്ച് നേരം കൈകൊട്ടി വിളിച്ചു കാക്ക വന്നാലോന്ന് വെച്ചിട്ട്. അങ്ങനെ ലാസ്റ്റ് കാക്ക വന്നു കേട്ടോ. ആളും കുറച്ച് വേറെ കാക്കകളെല്ലാം വന്നത് കഴിച്ചു. ഇനി നമുക്ക് വേഗം അകത്തേക്ക് പോകാം. കാരണം ഉണ്ടാക്കിയെടുത്ത ഫുഡെല്ലാം നമ്മുടെ ബലിയിട്ടവർക്കൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് ഇളയത് തന്നെയാണ് വിളമ്പി കൊടുക്കുക കേട്ടോ. അവരാണ് ആദ്യം കഴിക്കുന്നവർ. ആദ്യം തന്നെ ഇലയിൽ കുറച്ച് കായ വറുത്തതും പിന്നെ എരിശ്ശേരിയും കാളനും പടച്ചോറും എല്ലാം വിളമ്പിയതിന് ശേഷം അവർ കഴിച്ചു കഴിഞ്ഞു. ഇനിതാ നമ്മൾ കഴിക്കാൻ പോവാണ്. ഇത് തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് ഫുഡ് കേട്ടോ. അതിനെ കുറച്ചും കൂടി വെള്ളം വേണം. അവിയലെടുത്തില്ലല്ലോ ഇപ്പൊ ഉച്ചയ്ക്ക് അല്ലേ? ഓ അങ്ങനെയുണ്ടാ? ഇതിന് ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെ വേണമെന്നുണ്ടാ? ആളൻ, ഓലൻ, എലിശ്ശേരി, ഇഞ്ചിത്തേരി അല്ല വേറെ ഒരെണ്ണം കൂടി അതാണോ നാലും? ഇഞ്ചിത്തേരി അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ അറിയിക്കുക. ഞാനും വടയും പായസം എല്ലാം കൂട്ടി കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ബൈ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക.